അപ്പോൾ നമ്മളൊന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഒരു 10-60 കിലോ കപ്പയും ഒരു 10-20 കിലോ ബീഫും കൂടിയാണ് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പാലക്കാട് അത്ര ഫേമസ് അല്ല. അപ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഇത് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ അധികം വൈകിപ്പിക്കില്ല. എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് കപ്പയും ബീഫൊക്കെ ഉണ്ടാക്കിയിട്ട് കപ്പ ബിരിയാണി നമുക്ക് നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കാം. നല്ല അടിപൊളി കപ്പയാണ് സംഗതി. ഇത് തൊലി പിടിച്ചൊന്ന് കഴുകണം. സംഭവം എന്ന് പറയാം, ഇതിൽ നമ്മൾ പിടിക്കുമ്പോൾ ഇങ്ങനെ അഴുക്ക് വരാൻ സാധ്യതയുണ്ട്. തൊലി പിടിച്ച് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വേണം അതിനെ നമുക്ക് മുറിച്ചെടുക്കാൻ. നല്ല കിഴങ്ങല്ലേ രതീഷ? ചിലത് തൊലി കളയാനേ കിട്ടില്ല. നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. നമുക്ക് ബീഫും കൂടെ കഴുകിയെടുക്കാം. നമ്മൾ ഇറച്ചി ഒരു 3-4 തവണ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കണം. എന്നിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം അതിനെ. നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. നമുക്ക് കപ്പയൊന്ന് പുഴുങ്ങിയെടുക്കണം. ആദ്യം വെള്ളം ഒഴിക്കാം. നമുക്ക് നമ്മുടെ കപ്പ ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ തട്ടാണത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പ്. നല്ലോണം ഉപ്പ് പിടിക്കട്ടെ. അടച്ചു വെച്ച് പോയിക്കാം. നമ്മുടെ സംഭവം എന്താന്ന് നോക്കാം. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. മതി, ഇറക്കാം. നമുക്ക് ഒരു ഉരുളി വെച്ച് ചെറിയൊരു പരിപാടി. ഉരുളിയല്ല, ഇരുമ്പിച്ചട്ടി. കുറച്ച് ഓയിൽ ഒഴിക്കാം. നമുക്ക് കുറച്ച് തേങ്ങ കൊത്ത് വറുത്തെടുക്കാം. ഇത് നല്ല ബ്രൗൺ കളറാകുന്ന വരെ വറുത്തെടുക്കണം. നമ്മുടെ സംഗതി ആയിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിനി തേങ്ങ പീര കൊടുന്നു അതുപോലെ വറുത്തെടുക്കണം. ഇതിൽ നമ്മൾ എണ്ണ ഒഴിക്കണ്ട, എണ്ണ മാറ്റി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
അപ്പോൾ രണ്ടിൻ്റെയും കൂടി നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ തേങ്ങ പീരയും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇറക്കി വയ്ക്കാം. ചൂട്ടിൽ ഒന്നുകൂടെ കളർ മാറും. പിടിച്ചോ. നമുക്കിനി ഒരു ഉരുളി വെച്ച് കൊടുക്കാം. ഇതിലാണ് നമ്മൾ ബിരിയാണി റെഡിയാക്കി എടുക്കണം. ഓക്കെ, നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി, ഇതിനെ കുറച്ച് വെളുത്തുള്ളി. നമ്മൾ കപ്പയും ഇതൊക്കെ കൂടുതലുള്ളതാണ് കുറച്ച് അധികം കിട്ടുന്നത്. കുറച്ച് പച്ചമുളക്. ഇത് മൂന്നും നന്നായി മൂത്ത് വരട്ടെ. ഇത് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള അല്പം കൂടുതലാണ് നമ്മൾ എടുത്തിരുന്നത്. സവാള നമ്മൾ അല്പം കൂടുതലിട്ടത്, നമ്മുടെ കപ്പ കുറേ അധികമുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് സവാള അധികം ഇട്ടത്. നമുക്കിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി വഴണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടിട്ടില്ല കപ്പയിൽ. ഇത് കുറച്ച് മല്ലിപ്പൊടി. ഈ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് നല്ലോണം മൂത്ത് വരണം. മുളക് പൊടി, ഒരല്പം മീറ്റ് മസാല, ഇനി കുറച്ച് കറിവേപ്പില, നമുക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം ബീഫ് വേകാനായിട്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ബീഫിനുള്ള ഉപ്പ്, നമ്മൾ കപ്പയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അടച്ചു വെച്ച് കുറച്ച് നേരം നല്ലോണം വേകണത്. അടിപൊളി. എന്താ കാറിൻ്റെ കളറ്. നമുക്ക് കപ്പ ദമ്മിടാം. ഇതാദ്യം ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് നിരത്തണം. കംപ്ലീറ്റ് ഒന്ന് നിരത്താം. വറുത്ത തേങ്ങ, തേങ്ങ പീര വറുത്തത്. ഇത് നമ്മൾ ബിരിയാണി ദമ്മിടലിൻ്റെ വേറെ സ്റ്റൈല്. ഇത് കപ്പ ബിരിയാണി ദമ്മിടൽ. കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, അടച്ച് വെച്ചതിന് ഒന്ന് ആവി കയറ്റണം. ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ. ഇത് നമുക്ക് തീ അങ്ങനെ കത്തണ്ട, മതി. നമുക്ക് തുറക്കാം. ഒരു 5 മിനിറ്റ് ആയി. മതി മതി മതി. അങ്ങനെ കപ്പ ബിരിയാണി പൊളിച്ചു.
പിടി ഇറക്കാം. ഒരു കടുക് വറുക്കാം, കുറച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കുറച്ച് കടുകിടാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇത് കറിവേപ്പില, നമുക്ക് ഇതിലൊഴിക്കാം. നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിക്കാം. സംഗതി ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ് ശരിക്കും. നമുക്കിത് കുറച്ച് ഉള്ളി ഇതിന് മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് മല്ലിയിൽ ഇതിന് മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് ശരിക്കും സ്പൂണൊക്കെ വേണം ഇത് കഴിക്കാൻ. നമ്മൾ സ്പൂണൊന്നും ഉപയോഗിക്കണം നാച്ചുറലായിട്ട്. അപ്പോൾ നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകണം. ബീഫും കപ്പയൊക്കെ കൂടി കുഴഞ്ഞിരിക്കണണ്ട. ആദ്യം ബീഫിൻ്റെ ഒരു കഷ്ണവും കപ്പൻ്റെ ഒരു കഷ്ണവും കഴിച്ചു പോകാം. പൊളി സാധനം, ശരിക്കും പൊളിച്ചൂട്ടാ, അടിപൊളി. നമ്മുടെ പാലക്കാട് ഇത് വളരെ കുറവാണ് ആളുകൾ ഉണ്ടാക്കുന്നത് ഈ സാധനമേ. ഞാൻ എറണാകുളം ഈ കോട്ടയം ഭാഗത്തൊക്കെ പോയി കഴിച്ചിട്ടുണ്ട്. എനിക്കിതിന് ടേസ്റ്റ് അറിയാം. നീ ആരും കഴിക്കണേ? നമ്മളോട് വളരെ കുറവാണ് ഈ സംഭവം കഴിക്കുന്നത്. സംഭവം പൊളി, ഒരു രക്ഷയില്ല. ആ തേങ്ങയൊക്കെ അല്ലേ കടിക്കുമ്പോൾ സുഖം. വറുത്ത് തേങ്ങ ഒരു പ്രത്യേക ഫ്ലേവർ. തേങ്ങാപ്പീര് ആ തേങ്ങ നമ്മൾ മുറിച്ചിട്ടില്ലേ അത് സംഭവം പൊളി. ഒരു രക്ഷയില്ല സാറേ, പൊളിച്ചു. അതൊന്നും പറയാനില്ല അല്ലേ രതീഷേ, അതിഗംഭീരമായ ടേസ്റ്റ്. അപ്പോൾ എന്തായാലും നമ്മളിത് പാർസൽ ചെയ്ത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളും കൊടുക്കണം. ഒരു 100 വീടുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഗ്രാമത്തിൽ. അപ്പോൾ അവർക്കെല്ലാവരും നമുക്ക് കൊടുക്കണം. ഇവരെല്ലാവരും അനുഭവിക്കട്ടെ അതിൻ്റെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പാർസലാക്കി അവർക്ക് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് പാർസലാക്കി തുടങ്ങിയിട്ട് നമുക്ക് 100 വീട് എത്തിക്കണം. നല്ല സാധനമുണ്ട്, ഇഷ്ടംപോലെ സാധനമുണ്ട്. നമ്മൾ അത് കണക്കാക്കിയിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ സംഗതി ഇവിടെ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ നമ്മളതൊക്കെ പാർസലാക്കി നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കണം. അപ്പോൾ നമ്മളത് കൊടുക്കണമെന്ന് കാണിക്കില്ല, ഇത് പാർസലാക്കണത് വരെ നമ്മൾ വീഡിയോയിലുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തുടർന്നും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.